വൈകുന്നേരത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുള്ള ഒരു ചടപ്പിലാണ് കേട്ടോ. വാമിക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പം ഇപ്പം ഏകദേശം ടൈം ഒരു 4:15 ഞാൻ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ എണീറ്റ്. അത്ര ഉറക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ബാഡ് മൂഡാവും, വല്ലാത്തൊരു ചടപ്പാവും. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. പിന്നെ എന്താ വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടുകയില്ല. ഇപ്പം നല്ലോണം പോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കണം. അപ്പം അതിലും ബെറ്റർ കുറച്ച് നേരത്തെ എണീക്കുന്നതാണ്. ഒരു 1 hour ജസ്റ്റ് ഒരു റിലാക്സ് ആയിട്ട് ഒന്ന് കിടക്കും. ഉറങ്ങാച്ച ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്കൊന്നും പോകാറില്ല, ജസ്റ്റ് ഒരു റിലാക്സേഷൻ പോലെ. അപ്പം അത് കഴിഞ്ഞ് എണീറ്റാണ്. അപ്പം എണീറ്റ് കഴിഞ്ഞപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമിക്കുട്ടി ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ ചെറിയ വിശപ്പ് ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ഇന്നിപ്പം ഇവിടെ നല്ല മാങ്ങ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഡൽഹിയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് നന്നായിട്ട് മാങ്ങ കിട്ടും. നല്ല അടിപൊളി മാങ്ങ കേട്ടോ ഇവിടെ കിട്ടുക. അപ്പോൾ വിചാരിച്ചു മാങ്ങ വെച്ചിട്ടൊരു ഷേക്ക് അടിച്ചിട്ട് വാമിക്കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാമിക്കുട്ടി എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് ഷേക്ക് അടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ അത് കിച്ചണിലേക്ക് എത്തിയിട്ടോ. അപ്പം ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പാലെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല മധുരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് അടിക്കണം എന്നില്ല, അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. ഇതിനിവിടെ എന്തോ ഒരു പേര് പറയാം, അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഈ മാംഗോ 3 എണ്ണമാണ് എടുത്ത് വെച്ചത്. പിന്നെ നമ്മുടെ കട്ടിപ്പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കട്ടപ്പാലാണുള്ളത്. അപ്പോൾ ഈ 2 എണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പം നല്ല അടിപൊളി ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാംഗോൻ്റെ പൾപ്പ് എടുത്തിട്ട് നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ കട്ടിപ്പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കിറുക്കിറ് അങ്ങോട്ട് കറക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രുചികരമായ മാംഗോ ഷേക്ക് റെഡി. ഞാൻ പക്ഷേ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പം നല്ല അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വാമിക്കുട്ടി എണീറ്റിട്ടില്ല. ഞാൻ വിചാരിച്ചു മിക്സീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇനി എണീക്കോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എണീറ്റില്ല. അപ്പം നമുക്ക് ഷേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, എന്നിട്ട് വാമിക്കുട്ടി എണീറ്റിട്ട് ഒരുമിച്ച് കുടിക്കാം. ഓക്കെ. വാമിക്കുട്ടി ഇപ്പോൾ എണീക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശശിയായി. ഇപ്പോൾ 4:45 സമയം. വാമിക്കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനെടുത്തങ്ങ് കുടിക്കാമെന്ന്. എനിക്കാണെങ്കിൽ കൊതിയാവുക. അപ്പം പിന്നെ ഞാൻ എടുത്തു. പിന്നെ എന്താ പറയുള്ളത്, ഇപ്പോൾ വാമിക്കുട്ടി ഇപ്പോൾ കുറേ നേരമായി ഉറങ്ങുന്നു. രാത്രി എനിക്ക് ശിവരാത്രി ആക്കി തരുന്നതാണ് തോന്നുന്നത് കേട്ടോ. ഒന്ന് കുറേ നേരം ഉറങ്ങുമ്പോൾ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ രാത്രി പിന്നെ ഉറക്കേ ഉണ്ടാവില്ല ആൾക്ക്, അതാണ് പ്രശ്നം. പിന്നെ ഞാൻ വാമിക്കുട്ടിക്ക് എന്തെങ്കിലും സ്നാക്സ് വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, ചിലപ്പോൾ ഉപ്പുമാവ്, കഞ്ഞി, അല്ലെങ്കിൽ കോൺഫ്ലെക്സ്, അങ്ങനെ എന്തെങ്കിലും, ഓട്സ്, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ പോപ്കോണിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഇഷ്ടമാണ് പോപ്കോൺ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കണ അവൾക്കൊരു താല്പര്യമാണ്, അവൾക്കൊരു സന്തോഷമാവില്ല വിചാരിച്ചിട്ട് ഒരു സർപ്രൈസ് പോലെ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാൻ വെച്ചു. അതിൻ്റെ ആ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. പിന്നെ ഈ പാക്കറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ല. കിട്ടാൻ സാധ്യത ഉണ്ട്, ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഞാനിപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഞാൻ ഇവിടുന്നാണ് വാങ്ങിക്കാറ്. നാട്ടിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ കുക്കറിലേക്ക് ഇടുക. അതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് അത് കുക്കറിലിട്ടിട്ട് നമ്മുടെ അതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അത് പൊട്ടിത്തെറിക്കുന്നതാണ് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അധികം ഹൈ ഫ്ലെയിമിൽ, ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ പോപ്കോൺ ആയി കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ലിഡ് വയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ വിസിലൊന്നും എടുത്ത് അടുപ്പിക്കാൻ പാടില്ലേ. അവസാനം കുക്കർ പൊട്ടിത്തെറിച്ചാൽ എൻ്റെ പേര് പറയരുത്. ജസ്റ്റ് ലിഡ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. കുറച്ചൊരു ഓപ്പൺ സ്പേസും കൂടെ വേണം കേട്ടോ. അല്ലാണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ലിഡ് കവർ ചെയ്ത് വെക്കരുത്. കുക്കർ അവസാനം വിസിലടിച്ചിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചു. കാരണം ഈ പോപ്കോൺ പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ലിഡ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വേഗമായി കിട്ടുമേ. ഓക്കെ. അപ്പോൾ ഞാൻ ലിഡ് തുറന്ന് നോക്കിയപ്പം പോപ്കോണൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീ പൊട്ടുന്നുണ്ടല്ലോ ഈശ്വര. കഴിഞ്ഞു, അത്രയ്ക്ക് തന്നെയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയാലോ. ഈ പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഈ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തിയേറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂവീൻ്റെ ടിക്കറ്റിനേക്കാളും പൈസ പോപ്കോണിനാണ്. ഒരു പാക്കറ്റ് അല്ല, ബൗളിൽ കിട്ടുന്ന ആ പോപ്കോണിന് ഓൾമോസ്റ്റ് 400-450 രൂപയാണ് ഒരു പാക്കറ്റ് പോപ്കോണിന് വില വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു അറക്കലാണല്ലേ ഇത്. നമ്മൾ വെറും 29 രൂപയെങ്ങാനും അല്ലേ ആ പാക്കറ്റ് സാഷയ്ക്കുള്ളത്. അത് നമ്മൾ ഉണ്ടാക്കിയ അത്രയും ക്വാണ്ടിറ്റി പോപ്കോൺ നമുക്ക് കിട്ടി 29 രൂപയ്ക്ക്. ചീസിൻ്റെ പോപ്കോൺ ആയാലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ചീസിൻ്റെ പാക്കറ്റിന് 30 രൂപയെങ്ങാനും ഉള്ളൂ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി പോപ്കോൺ കിട്ടും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കൊടുക്കണ പൈസ 400-450-500 രൂപയൊക്കെയാണ് ഒരു പോപ്കോണിൻ്റെ പാക്കറ്റ് നമ്മൾ കൊടുക്കണേ. ചിരി വരുന്ന ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു അറക്കലാണല്ലേ ഇവർ. അതേപോലെ ഞാനിപ്പോൾ വാമിക്കുട്ടിനെയും കൂട്ടൊക്കെ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കയ്യിൽ കരുതും, ബാഗിൽ വെക്കും. പക്ഷേ അവർ കാണുമ്പോൾ തന്നെ പറയാം ഔട്ട്സൈഡ് ഫുഡ് ഇസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ബാഗിലുള്ള എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വേസ്റ്റിലിടാൻ പറയും. അല്ലെങ്കിൽ നിങ്ങളിവിടെ എവിടെയെങ്കിലും സൈഡിൽ വെച്ചോളൂ, തിരിച്ചു വന്നിട്ട് കളക്ട് ചെയ്യാമെന്ന് പറയും. ഞാൻ അവരോട് സത്യം പറഞ്ഞാൽ ചോദിക്കാറുണ്ട്, ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടീൻ്റെ ഫുഡ് പോലും നിങ്ങൾ അലൗഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുകയെന്ന്. എന്നിട്ട് നമ്മൾ അവിടെ കമ്പൽസറി ആയിട്ട് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി, അല്ലാണ്ട് പുറമത്തെ ഫുഡ് അലൗഡ് അല്ല. എന്താ അവസ്ഥയാണ്. പിന്നെ നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പോപ്കോണൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ക്യാഷ് കൊടുത്ത് പോപ്കോൺ കഴിക്കുകയും ചെയ്യും. ടിക്കറ്റിനാകെ വില വരുന്നത് 100-150-200 രൂപ ഉണ്ടാവും. പോപ്കോണിന് വരുന്നത് അതിൻ്റെ 2 ഇരട്ടി. എന്താല്ലേ കഥ. ഗുഡ് ഈവനിങ് പറ. ഗുഡ് ഗേൾ. കണ്ണ് പൂട്ടിക്കഴിഞ്ഞാൽ അമ്മ ഒരു സാധനം തരും. കണ്ണ് പൂട്ടിയോ? ആ, കൈ നീട്ടി വെക്കണേ. ഓക്കെ, അമ്മ ഇപ്പൊ വരെ. ഓക്കെ, ഇതെന്താ? പോപ്കോൺ ജ്യൂസ്. ഇഷ്ടായോ? ഇതെന്താ? ജ്യൂസ്. ഹായ്, മാംഗോ ജ്യൂസ്, മാംഗോ ഷേക്ക്. ഐസ്ക്രീം അല്ലേ ഇത്? ഹായ്, ഐസ്ക്രീം വേണോ? അമ്മ പിടിക്കാം. ഓക്കെ. എന്താ പോണേ? ആ, കഴിച്ചോ, ജ്യൂസ് കുടിച്ചോ. മെല്ലെ കുടിക്കണേ, ഡ്രസ്സിലാക്കാതെ. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഹായ്, സൂപ്പറാ. പറ അമ്മേനോട്. സൂപ്പറാ. കഴിച്ചോളൂ. അയ്യോ, ഡ്രസ്സിലാ കുഴപ്പമില്ല, അമ്മ പോക്കിക്കോളാം. അമ്മ തരാം കേട്ടോ. എന്നാല് അമ്മ തരാം, മോള് കളയും താഴെ കേട്ടോ. നമ്മുടെ വാമിക്കുട്ടി ജ്യൂസ് ഡ്രസ്സിലൊക്കെ ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ജ്യൂസ് വാങ്ങി അങ്ങോട്ട് വെച്ചു കേട്ടോ സൈഡിലേക്ക്. എന്നിട്ട് ഞാൻ മെല്ലെ കൊടുക്കാൻ തുടങ്ങിയതാട്ടോ. പിന്നെ അവൾക്ക് പോപ്കോൺ കണ്ടപ്പോൾ ജ്യൂസിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പോപ്കോൺ തീറ്റിയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയോ ജ്യൂസ് അകത്താക്കിപ്പിച്ചു. പിന്നെ ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാമിക്കുട്ടി കുറച്ച് നേരം കളിക്കാൻ പോകും കേട്ടോ. വാമിക്കുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഒക്കെയും നോർത്ത് ഇന്ത്യൻ കുട്ടികളാണ് കേട്ടോ, മലയാളീസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും അവളുടേതായ ഭാഷയിൽ അവൾ സംസാരിക്കും, അവരുടേതായ ഭാഷയിൽ സംസാരിക്കും, ഇവരെന്തൊക്കെയോ കളിക്കും. ഇതൊക്കെയാണ് കേട്ടോ വൈകുന്നേരം. ഞാൻ അവളെയും കൊണ്ട് ജസ്റ്റ് അവളുടെ സൈക്കിൾ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങും കേട്ടോ വൈകുന്നേരം. എങ്ങോട്ടാ പോകുന്നേ? അപ്പുറത്ത് പോണ്ടോ? എന്തിന്? ആയിട്ട് തെറ്റാവേ, ഷൂട്ട് തെറ്റാം. അങ്ങനെയല്ല ഇടുക. മറ്റേ ചെരുപ്പാണ് ആ കാലിലിടുക. ആ, മാറ്റിയിടുക. ആ ചെരുപ്പ് ആ കാലിൽ. എറിയുന്ന എന്തിനാ? അങ്ങനെ എറിയണ്ട. ആ, എറിയാൻ പാടില്ല. അപ്പി കുട്ടികളെ എറിയാട്ടാ. മോള് കുട്ടികളല്ലേ? ആ, എന്നാ ഞാൻ പോവാ. എന്നാ ഞാൻ പോട്ടെ. അമ്മ പറഞ്ഞു നമുക്ക് പോവാ. Are you ready? റെഡി. ഓക്കെ. മെല്ലെ കയറി വീഴും. എന്താടാ? പോവാ നമ്മള്.
ലെറ്റ്സ് ഗോ. ബോബോവോ? ബോബോ ഇപ്പൊ വരും, നമ്മ കാണിച്ചു തരാം കേട്ടോ. की तो हवा निकल गई, मैं सोचा उसमें बैठ जाऊँ. ഓ घुमाओ ना. മോള് തിരിക്കാൻ. പാവയ്ക്ക് പറ്റൂല മോളെ, പാവയ്ക്ക് പറ്റൂല. तू क्या से नहीं होगा बेटा, देखो. ये तो चिट्ठी हम बाहर को हट गया. हाँ അയ്യോ അടിക്കല്ലേ. ഇരിക്കുന്നേ എന്തു പറ്റി? എന്തു പറ്റി? മോള് സൈക്കിൾ കൊണ്ടുപോയോ ഏട്ടെ? അയ്യോ മോള് സൈക്കിൾ കൊണ്ടുപോയോ? മോള് സൈക്കിൾ കൊണ്ടുപോയോ? സാരല്ലേ, പോട്ടെ കേട്ടോ, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ മാമിക്കുട്ടി അതിൻ്റെ ഇടയിലൊന്ന് വീണു കേട്ടോ, ചെറുതായിട്ടൊന്ന് കൈയൊന്ന് പൊട്ടി. ഇയാളാകെ വിഷമത്തിലായിരുന്നു, പിന്നെ കൈ പൊട്ടിയ സങ്കടത്തിലായിരുന്നു. എനിക്കും കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ, മാമിക്കുട്ടിക്ക് അങ്ങനെ പറ്റിയപ്പം എന്തോ ഒരു വിഷമം. അപ്പം അങ്ങനെ മാമിക്കുട്ടി ഇതാ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ഷാരല്ല പോട്ടെ, കയ്യിലാ പറ്റിയത്, പോട്ടെ കേട്ടോ. तू अपने भाई को भी दे दिया क्या? കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി കേട്ടോ. അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി മേല് കഴിക്കും ഞങ്ങൾ രണ്ടാളും. അതിനുശേഷം ഞങ്ങൾ വേഗം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയിലാണേ. അങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഊതാൻ പാടില്ല. അമ്പൂറ്റിൻ്റെ പ്രാർത്ഥിച്ചോ? രാമപാഹിമാം രാമപാദം ചേരണി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ. മാമിക്കുട്ടിക്ക് ഒരു 8 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും. ആള് കഴിച്ചെടുപ്പിക്കാൻ ഒരു 8-8:45 വരെ ഇരിക്കണം. അതിനുശേഷം പിന്നെ അവളുടെ പ്ലേ ടൈം പിന്നെയും തുടങ്ങും. ഞാനും ഹസ്ബൻഡും മോളും കൂടെ ഉള്ളൊരു പ്രൈവറ്റ് ടൈമാണ്. ഞങ്ങൾ കുറേ നേരം കളിച്ചിരിക്കും. അതിനുശേഷം ഒരു 10-10:30 ആകുമ്പോഴാണ് വാമിക്കുട്ടിയെ ഉറങ്ങുക. ലേറ്റ് ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുവരെ ഞങ്ങളുടെ കൂടെ നടന്ന് കളിച്ചിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.